നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൽ എംഎൽഎ ആയിട്ടുള്ള പലരും യുഡിഎഫിൻ്റെ ഭാഗമായി വർഷങ്ങളോളം ഇരുന്നവരാണ്. അതിൽ കാഞ്ഞിരപ്പള്ളി എംഎൽഎ ആയിട്ടുള്ള പ്രൊഫസർ എൻ ജയരാജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിരവധിയായ ബ്ലോക്ക് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒക്കെ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടെങ്കിൽ അവർ പലരും യുഡിഎഫിൻ്റെ ഭാഗമായി വർഷങ്ങളോളം തുടർന്നവരാണ്. പ്രത്യേകമായ സാഹചര്യത്തിൽ കെ എം മാണി എടുത്ത തീരുമാനത്തിൻ്റെ പിന്നാലെ പോയവരാണ് അവരിൽ പലരും. ഇതിൽ പലരും തിരിച്ച് യുഡിഎഫിലേക്ക് ചേക്കേറാൻ ഇനി എന്താണ് വഴിയെന്ന് ആലോചിക്കുമ്പോൾ അതിലെ അതികായനായ നേതാവ് സാക്ഷാൽ ഇടുക്കി എംഎൽഎ ആയ റോഷി അഗസ്റ്റിൻ കൃത്യമായും കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള പ്ലാൻ എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതായത് യുഡിഎഫിലേക്ക് റോഷി അഗസ്റ്റിൻ തിരികെ ചെല്ലാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മാണി കോൺഗ്രസിനെ ഉപേക്ഷിക്കേണ്ട കാലമായിരിക്കുന്നു. മന്ത്രിസ്ഥാനം മോഹിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ഇനിയും കടിച്ചു തുടരേണ്ട കാര്യമില്ല. നിലവിൽ മന്ത്രി ആയിക്കഴിഞ്ഞ വ്യക്തിയാണ്. എന്നാൽ ഇനി യുഡിഎഫിന് തന്നെയാണ് ഏറ്റവും വലിയ ചാൻസ്. അതിൽ യാതൊരു തർക്കവുമില്ല. യുഡിഎഫിൻ്റെ ഭാഗമായി നിന്നാൽ മാത്രമേ ജയിക്കുകയുള്ളൂ. ഇടുക്കി മാത്രം, അതായത് നിലവിൽ ഇടുക്കി ലോക്സഭയിൽ, ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ 25,000-ഓളം വോട്ടിൻ്റെ ലീഡ് നേടിയിരിക്കുന്നു യുഡിഎഫിന്. അത് സമഗ്രമായിട്ടുള്ള ഒരു ആധിപത്യം തന്നെയാണ്. ഒരു കാരണവശാലും ഇടുക്കി നിയമസഭയിൽ ഇനി ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയോട് കൃത്യമായി ബൈ പറയാൻ ഒരുങ്ങുകയാണ്. ഇടതുപക്ഷത്ത് CPIM-ൻ്റെ ഒരു പിന്തുണയോടുകൂടി മത്സരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്താമെന്നായിരുന്നു ആദ്യം റോഷി അഗസ്റ്റിൻ കരുതിയത്. പക്ഷേ ഇടുക്കിയിലെ CPIM ജില്ലാ സെക്രട്ടറി എന്നത് CV വർഗീസാണ്. CV വർഗീസിൻ്റെ തട്ടകത്തിൽ കയറി റോഷി അഗസ്റ്റിനെ സ്ഥാനാർത്ഥിയാക്കാൻ, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിനെ വലിയ രീതിയിൽ എഴുന്നള്ളിക്കാൻ CV വർഗീസ് ഒരിക്കലും തയ്യാറാവുകയില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും റോഷിക്ക് ഇനി കോൺഗ്രസ് അല്ലാതെ മറ്റൊരു വഴിയില്ല. കോൺഗ്രസ് നേതൃത്വത്തിനോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഡീലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വളരെ വൈകാതെ തന്നെ അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്നും പോകുമെന്ന റിപ്പോർട്ടാണ് വരുന്നത്. അങ്ങനെ വന്നാൽ മലയോര മേഖല മുഴുവനായി എൻ ബ്ലോക്കായി യുഡിഎഫിലേക്ക് തിരികെ എത്തുന്ന ഒരു കാഴ്ചയായിരിക്കും. നമുക്കറിയാം, കോട്ടയവും ഇടുക്കിയും ഒക്കെ ഇപ്പോൾ യുഡിഎഫിൻ്റെ കൈവശമാണ്. ഇടതുപക്ഷത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന് ആകെ ലീഡ് ഉള്ള സ്ഥലം ഉടുമ്പൻചോലയാണ്. MM മണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയിൽ മാത്രമാണ് നേരിയ വ്യത്യാസത്തിൻ്റെ ലീഡ് ഇത്തവണയും ഇടതുപക്ഷം രേഖപ്പെടുത്തിയത്. പക്ഷേ അത് ഒരിക്കലും ശാശ്വതമല്ല എന്ന് ഏവർക്കും അറിയാം. റോഷി അഗസ്റ്റിൻ്റെ ഈ ഒരു തീരുമാനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇടുക്കിയിൽ ഇനി യുഡിഎഫിന് ഒരു രീതിയിലുള്ള ആധിപത്യവും കാണില്ല.